അപ്പോൾ ഇന്ന് പതിവ് പോലെ തന്നെ നമ്മൾ എഴുന്നേറ്റിട്ടുണ്ട്. ഇന്ന് എഴുന്നേൽക്കുമ്പോൾ ഇതുപോലെ 7 മണിക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് മഴയൊന്നല്ല, നല്ലൊരു അന്തരീക്ഷമാണ്. എന്നാൽ നല്ല വെയിലുമില്ല, എന്നാൽ വെയിൽ വരുമെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് കുറച്ച് പണികൾ അധികം ഉണ്ട്. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വലിയ കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല. ദോശയും സാമ്പാറാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അത് ഇന്നലെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് ദോശയും സാമ്പാറാണെന്ന്. അപ്പോൾ ഇഡ്ഡലി മാവ് ഇന്നലെ അരച്ചതിന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇന്നലെ കുറച്ചധികം സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ സാമ്പാറിൽ നിന്ന് അത് തൊടാതെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നെടുത്ത് ചൂടാക്കിയ ദോശയ്ക്ക് കറിയായി. അപ്പോൾ അത് സെറ്റ്. അല്ലെങ്കിൽ ഞാൻ ഇഡലിക്ക് മാവ് ആട്ടുമ്പോൾ 2 ദിവസത്തിനായിട്ട് ആട്ടും. അപ്പോൾ ഒരു ദിവസം ഇഡലി ഉണ്ടാക്കും, പിറ്റേ ദിവസം ദോശ ഉണ്ടാക്കും. അതാവുമ്പോൾ പണി കുറച്ചും കൂടി എളുപ്പമല്ലേ. എനിക്ക് തോന്നുന്നു, ഞാനല്ല, ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെ തന്നെ ആയിരിക്കും. ദോശയ്ക്കും ഇഡലിക്കും വേണ്ടിയിട്ട് ഒരു ദിവസം ഒരുമിച്ച് ആട്ടായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ദോശ ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സാമ്പാർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ദോശക്കല്ല് ഇപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റി. ഞാൻ ആ ദോശ ചുടുമ്പോൾ അധികം ദോശ ചുടുന്നില്ല, ഇപ്പോൾ കുറച്ച് ദോശ ചുടുന്നുള്ളൂ. പിന്നെ ഞാനൊക്കെ കഴിക്കുമ്പോഴേക്കും കുറച്ച് നേരം പിടിക്കും. അപ്പോൾ പിന്നെ ആ സമയത്ത് ഒരു 2 ദോശ ചുട്ടെടുത്താൽ മതിയല്ലോ, അതല്ല ഒന്നും കൂടി നല്ലത്. അപ്പോൾ ഇത് നമ്മുടെ അവസാനത്തെ ദോശ ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. സാമ്പാറൊക്കെ അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കുഞ്ഞിച്ചക്കൻ്റെ കരച്ചിൽ കേട്ടു. അപ്പോൾ ജസ്റ്റ് വാതിൽ തുറന്ന് നോക്കിയപ്പോൾ ആളവിടെ എണീറ്റിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുതിയ സൈക്കിളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത് പുതിയ സൈക്കിൾ കിട്ടിയതും കളിക്കണതൊക്കെ. അപ്പോൾ പാപ്പു തിന്നുകൊണ്ടിരിക്കുന്ന നേരം അത് മോനെ. അത് കഴിഞ്ഞു, എല്ലാവരും പോയി. എനിക്ക് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, മോൻ സമ്മതിച്ചില്ല. ഇന്നെൻ്റെ കുളിയൊക്കെ നേരത്തെ കഴിഞ്ഞു. മറ്റേത് എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് കുളിക്കാൻ നിൽക്കുക. ഇന്നിപ്പോൾ ഞാൻ വേഗം കുളിച്ചു. മോനെ ഞാനപ്പോൾ ഉറക്കി. അവനെ കട്ടിലുമ്മ കെടുത്തി ഉറക്കിയാൽ ഞാൻ താഴത്ത് പായിട്ട് അതിലേക്ക് ഇറക്കി കിടത്തും. കാരണം നമ്മൾ പണികൾ ചെയ്യാൻ പോകുമ്പോൾ പിന്നെ മോനെ ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ആകുമ്പോൾ പിന്നെ അവൻ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് വന്നോളും. അപ്പോൾ അവൻ ഇറക്കി കെടുത്തി കഴിഞ്ഞിട്ട് ഞാനൊന്ന് അടിച്ചോരി തുടയ്ക്കാനൊക്കെ ആയിട്ട് ഇറങ്ങി. അടിച്ചോരി കഴിയുമ്പോഴേക്കും അവൻ കരഞ്ഞുകൊണ്ട് എണീറ്റ് വന്നു. പിന്നെ അവൻ ഉറങ്ങും ചെയ്തില്ല. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ.